പൊന്നു ഞാൻ ശ്യാമയ്ക്ക് ഇതെന്താ പറ്റിയത്? പഴയ ആ എനർജി നഷ്ടപ്പെട്ട പോലെ. സീസൺ 2-ൽ ഇതുവരെ കൂടിയ മാർക്ക് മാനസയ്ക്കാണ് 24 മാർക്ക്. ഇനി ശ്യാമയ്ക്ക് എത്ര മാർക്കാണെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. വിജി തമ്പി സർ, ശ്യാമയ്ക്ക് ഇന്ന് എന്താ പറ്റിയത്? ഒരു ടെൻഷൻ പോലെ. പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അതാ സർ, പെട്ടെന്ന് എന്തോ ഓർത്തിട്ട്. ഓക്കെ, ഇനി പാടുമ്പോ കൂടുതൽ ശ്രദ്ധിക്കുക. ശരി സർ. ഞാൻ ശ്യാമയ്ക്ക് തരുന്നത് 10-ൽ 8 മാർക്ക്. താങ്ക് യു സർ. ജി കെ സർ, തമ്പി സാറ് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനി കൂടുതൽ ശ്രദ്ധിക്കുക. ശ്യാമയ്ക്ക് ഞാൻ 8 മാർക്ക് തരുന്നു. നന്ദി സർ. മാനസയ്ക്ക് 8+8+8 24 മാർക്കാണ്. ശ്യാമയ്ക്ക് 8+8 16 മാർക്കായിരിക്കുന്നു. നമുക്ക് ഇനി രേണുക മാമിനോട് ചോദിക്കാം. ഇന്ന് ശ്യാമ കുറച്ച് നിരാശപ്പെടുത്തി. പ്രതീക്ഷിച്ച പെർഫോമൻസ് ആയിട്ടില്ല.
ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ഞാൻ ശ്യാമയ്ക്ക് 7 മാർക്ക് തരുന്നു. താങ്ക് യു മാം. അപ്പോ ശ്യാമ നേടിയിരിക്കുന്നത് 8, 8, 7 23 മാർക്കാണ്. 24 മാർക്കുമായി നമ്മുടെ പ്രിയങ്കരി മാനസ മുന്നിലാണ്. ഇത്രയൊക്കെ പരിഹസിച്ചിട്ടും ആ ശ്യാമ കട്ടയ്ക്ക് എന്റെ മോളുടെ പിന്നാലെ എത്തിയിരിക്കുക. സൂക്ഷിക്കണം. അടുത്ത കോമ്പറ്റീഷന് മുമ്പ് എങ്ങനെ ഈ ശ്യാമയെ തകർത്തെറിഞ്ഞേ പറ്റൂ. വിശക്കുന്നില്ലേ? ഇല്ല. വിശപ്പുണ്ട്, എനിക്കറിയാം. ഞാൻ ഓറഞ്ച് എടുത്തു തരട്ടെ? എനിക്ക് വേണ്ട. ഞാൻ എടുത്തു തരാൻ പോവാ. കഴിക്ക്. കാല് സുഖമില്ലാത്തതല്ലേ, കഴിക്ക്. കഴിച്ചോ? കഴിക്ക്. വേഗം കഴിക്കണേ, ഞാൻ ഇനി എടുത്തു തരാം. ദാ ഇതും കഴിക്കണം. ഇതും കൂടെ കഴിച്ച്. നീ കഴിക്കുന്നില്ലേ? എനിക്കല്ലല്ലോ സുഖമില്ലാത്തത്. എന്നാലും നീയും കൂടി കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്കിപ്പോ വിശപ്പില്ല. സാരമില്ല, ഇത് നീ കഴിക്കും. ഏയ് വേണ്ട. അത് പറ്റില്ല, ഇത് നീ കഴിക്കണം. ഞാൻ തരാം. ഞാൻ തരാം. വായ തുറന്നേ. ആ ആ വാ തുറക്കുന്നേ. ആ കൊള്ളാമോ? എന്നാ ഞാനിനി ഒരു കാര്യം കാണിച്ചു തരട്ടെ? എന്താ നോക്കട്ടെ.
ഞാൻ ഇന്നലെ വരച്ചു വെച്ചിരുന്നതാ, പേടിച്ചാ തരാത്തെ. എന്താ അത്? ഇപ്പൊ കാണിക്കാവേ. ദാ നോക്കിയേ. ആഹാ. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. നീ വരച്ചതാ? ആ, നീ പടമൊക്കെ വരയ്ക്കുവോ? ചെറുതായിട്ടൊക്കെ. അല്ല, കണ്ടിട്ട് ഇത് എന്നെ പോലുണ്ടല്ലോ. എന്നെ നീ വരച്ചതാണോ? ഉം. നന്നായിട്ടുണ്ട്. ഇത് ചിരിക്കാത്ത മുഖമാ. ആ, അതെന്താ എന്നെ അങ്ങനെ വരച്ചേ? അത് എന്നോട് ചിരിക്കില്ലല്ലോ. ഇനി എന്നോട് ചിരിച്ചാൽ പിന്നെ ഞാൻ ചിരിക്കുന്ന മുഖം വരച്ചേരാം. എന്താണ് രണ്ടാളും കൂടെ? എവിടെ മോള് വരച്ച പടം നോക്കട്ടെ. ദാ, മോള് പറഞ്ഞ ശരിയാ, കുറച്ച് ഗൗരവം ഈ മുഖത്തുണ്ട്. മതി മതി, തമാശയൊക്കെ മതി. പൊയ്ക്കോ. നിന്നോടാ പറഞ്ഞേ പൊയ്ക്കോളാൻ. വെറുതെ ഇടയ്ക്ക് ഇങ്ങോട്ട് കേറി വന്നോളും മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ. എന്താ നീ പോകുന്നില്ലേ? ദാ. ആന്തേട്ടൻ ഇരുന്നോളൂ. എനിക്ക് നല്ല ക്ഷീണം, ചെറിയ മയക്കം പോലെ. ഒന്ന് കിടക്കട്ടെ. വസുവിന് മോളെ ഇഷ്ടമായി തുടങ്ങി, പക്ഷെ ആരും അറിയുകയും ചെയ്യരുത്. അത് മറക്കാനായി ഇപ്പൊ ഈ ക്ഷീണവും പെട്ടെന്നുള്ള ഉറക്കവും. മനസ്സിലായി? അല്ല ശ്യാമേ, നീ എന്തിനാ ഈ പാട്ടിനിടയിൽ ഇങ്ങനെ മുഖം വെട്ടിക്കുന്നേ? എപ്പോ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഇല്ലേ? അമ്മ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ആ, അച്ഛൻ കണ്ടു കാണും. ഇവള് വെറുതെ ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ മുഖം വെട്ടിക്കുന്നത്. അത് ശരിക്കും ബോറായിട്ടാ എനിക്ക് തോന്നിയത്.
നിനക്കങ്ങനെ പലതും തോന്നും. ഞാനൊന്നും കണ്ടില്ല. ഞാനും കണ്ടില്ല. ആ അല്ലെങ്കിൽ ഇവിടെ ആരും അങ്ങനെ ഇവളെ കുറ്റം കാണില്ലല്ലോ. അയ്യോ, എന്നാലേ അങ്ങനെ സംഭവിച്ചു. ആയിക്കോട്ടെ എടുത്തി, അടുത്ത പെർഫോമൻസിൽ ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ഞാൻ പറയുന്നതും കൂടി കേട്ട് ശ്രദ്ധിച്ചു പാടിയാ നിനക്ക് കൊള്ളാം. ശ്രദ്ധിക്കാം. അല്ല ശ്യാമേ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താ എടുത്തി, ചോദിക്ക. നിനക്കിനി ഒരുപാട് ആരാധകരൊക്കെ ആയാലേ ഞാൻ ഏട്ടത്തിയെന്ന് പറയുന്നത് കുറച്ചിലാവോ? ഏയ്, ഞാൻ ഇനി എത്ര ഉയരങ്ങളിലെത്തിയാലും നിങ്ങൾ ആരെയും ഞാൻ മറക്കാൻ പോകുന്നില്ല. അല്ല, നല്ല പണമൊക്കെ ആയാലേ മുമ്പേ നിനക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുള്ളവരെയൊക്കെ നീ ദ്രോഹിക്കുമെന്നാ ഞാൻ ചോദിച്ചേ. അതിന് എനിക്കാരാ ദ്രോഹം ചെയ്തിട്ടുള്ളേ? ജയന്തി അടുത്തേക്ക് എന്നെ വലിയ ഇഷ്ടമല്ലേ? ആ അത് ശരിയാ. ഈ ടി വിക്കാരൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴേ നീ എന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം ഏട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ അങ്ങ് പൊക്കി പറഞ്ഞോണം കേട്ടോ. എന്തിനേട്ടത്തി? ഞാൻ ശ്യാമയുടെ നാത്തൂനെന്ന് പറഞ്ഞാലേ എനിക്ക് നാട്ടിലും കുടുംബത്തിലും ഒക്കെ നല്ല വിലയായിരിക്കും. ഈ ഇന്റർവ്യൂവിന് ഒരു കാര്യം കൂടി പറയണേ ശ്യാമേച്ചി. മുൻപ് ശ്യാമേച്ചി മ്യൂസിക് ട്യൂഷൻ എടുത്തപ്പോ കുട്ടികളെ പുകയിട്ട് ഓടിച്ച കാര്യം അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് പോടാ അവിടുന്ന്. മനുഷ്യൻ മറന്ന ഓരോ കാര്യങ്ങൾ കുത്തിപ്പോക്കാതെ. പിന്നെ മ്യൂസിക് ഷോയുടെ ഓഡീഷന് പോയപ്പോ ശ്യാമേച്ചിയുടെ ഡ്രസ്സെല്ലാം കണ്ടം തുണ്ടം വെട്ടിവെച്ച കാര്യവും പറയണമേ. ഞാൻ ഇന്ന് ഇനിയും ടി വി കൂടെ പറയാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയട്ടെ? ഇവിടെ ചെക്ക നിന്നെ ഞാൻ ഇന്ന് റെഡി ആക്കൂടാ. കണ്ടോ മോളെ, കുറച്ചൊക്കെ മോക്ക് പ്രശസ്തി വന്നു തുടങ്ങിയപ്പോ എതിരായി നിന്നവരുടെ പോലും മനസ്സ് മാറുന്നുണ്ടോ? ഇതുപോലെ ഇനിയും പലരും സൗഹൃദം ഭാവിച്ചു വരും. ഇതൊന്നും മോളോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ. ഇനി മുതലാണ് മോള് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഞാൻ വരാം, കുഴപ്പമില്ല. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മ എന്തിനീ കാല് വയ്യാൻ നടക്കുന്നേ? ഏയ് ഇപ്പൊ സാരമില്ലടാ, കുറേശ്ശെ നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും സൂക്ഷിച്ചമ്മേ. പതുക്കെ അമ്മേ, സൂക്ഷിച്ച് മെല്ലെ ഇരുന്നാ മതി. ഇരിക്ക. ഇപ്പോ കാലിന് വേദന ഉണ്ടോ അമ്മേ? വേദനയെല്ലാം പോയി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ആ, ഞാനും അമൃതയും അമ്മയെ കാണാൻ റൂമിലേക്ക് വരാൻ തുടങ്ങിയതാ. എന്താ വിശേഷിച്ച്? അല്ല, അമ്മ പറഞ്ഞിരുന്നല്ലോ ശ്രീകുട്ടി ഇവിടുന്ന് മാറ്റുന്ന കാര്യം. അത് ഏകദേശം റെഡിയായി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വീടാ. തൽക്കാലം മോളെ അവിടെ നിർത്താം. ഞാനെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ മോളെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ടമ്മേ. പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മേ, അമ്മയോടാ പറയുന്നേ, കേൾക്കുന്നില്ലേ? എന്താ? അമ്മയെ ശ്രീകുട്ടിയെ നാളെ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം. അല്ല, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പം തന്നെ കൊണ്ടാകാം. എന്താ? അത് രാത്രിയിലോ? അത് സാരമല്ല, ഒരു 3 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. എനിക്ക് പ്രശ്നമില്ല. ഇതാ അമൃതയും കൂടെ വരും. എന്നാ ഇപ്പൊ തന്നെ ശ്രീകുട്ടിയെ കൊണ്ട് പോവാല്ല അമ്മേ? രാത്രി ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഒരു നിമിഷം മുമ്പ് അവൾ ഇവിടുന്ന് മാറ്റണം. എന്നാലേ ഇവിടെ എല്ലാവർക്കും സ്വസ്ഥത കിട്ടും. അല്ല, അമ്മയുടെ തീരുമാനം
അത് പറഞ്ഞാൽ മതി, അങ്ങനെ ചെയ്യാം. അമ്മേ പറഞ്ഞത് കേട്ടില്ലേ? ശ്രീകുട്ടിയെ ഇന്ന് കൊണ്ടുപോണോ അത് രാവിലെ മതിയോന്ന്? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ എന്താ, ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. അതാ എന്റെ അഭിപ്രായം. അതിന് ഐശ്വര്യയുടെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഓ, തടസ്സത്തിന് ആള് വന്നല്ലോ. ഇനിയേ അരുണ്ട് ഒരടവും നടക്കില്ല. ഇത് അമ്മ എനിക്ക് തന്ന വാക്കാ. അവളെ ആ ശ്രീകുട്ടിയെ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറ്റണം, അല്ലേ അമ്മേ? അതെ, ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ത് കോംപ്ലിക്കേഷൻസ്? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇന്ന് ഇവിടുന്ന് കുഞ്ഞിനെ മാറ്റണം. അത് നീയാണോ അങ്ങ് തീരുമാനിക്കുന്നത്? ഇതേ ചൊല്ലി രണ്ടാളും ഇനി ഒരു തർക്കം വേണ്ട. ഒന്നാമത് ഇത് രാത്രിയാ. അപ്പോ നാളെ രാവിലെ ആവാം, എന്താ? അതല്ല, കൊച്ചുകുട്ടിയാ. ആദ്യം ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടിൽ കുഞ്ഞിനെ നിർത്താൻ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോന്ന് അന്വേഷിക്കണം. അമ്മേ, അതൊക്കെ പെർഫെക്റ്റാ, അത് പേടിക്കണ്ട. മോൾ അവിടെ സേഫ് ആയിരിക്കും. അല്ല, ഇതിപ്പോ പഴയ കാലമൊന്നും അല്ലല്ലോ. ഒന്നാമത് ഇതൊരു പെൺകുഞ്ഞാ. കുറച്ച് ദിവസമെങ്കിലും ഇവിടെ കഴിഞ്ഞതാ. ഇനി വല്ല പ്രശ്നമായ പോലീസും കേസും. ഇവിടെ ആർക്കും അതിനൊന്നും സമയമില്ല. അമ്മ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അമ്മ എനിക്ക് തന്ന വാക്കോ?